ഹായ് ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുളിക്കൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ദീപ്തിക്ക് അത് ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം എല്ലാവരെയും സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു പുളിക്കൻ. അതിലുപരി തന്റെ വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നുള്ള സത്യം പുളിക്കന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആ സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പുളിക്കനെയും കൊന്നെന്നുള്ളത് നമ്മുടെ ദീപ്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദിയോടും വിക്രമിനോടും സംസാരിക്കാനായിട്ട് അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെന്ന് ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം അവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ദീപ്തി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേദേച്ചി? നമ്മുടെ ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു പുളിക്കൻ. വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് പുളിക്കിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആ ഒരു പ്രതീക്ഷയും കൂടി ഇപ്പൊ ഇല്ലാതെ പോയി എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ തന്നെ ദീപ്തി പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മോള് സങ്കടപ്പെടണ്ട. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പഴുത് നമുക്ക് കിട്ടാതിരിക്കില്ല. അധിക കാലമൊന്നും അവർക്ക് പിടിച്ചെടുക്കാനാവില്ല. എത്രയും പെട്ടെന്ന് വാസുവിൻ അവരെ കണ്ടുപിടിക്കുമെന്ന് വേദ പറയുക കേട്ടോ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, വിക്രമേട്ടൻ്റെ കാര്യം ഇനി എന്താകും? വരുണിൻ്റെ അച്ഛൻ എന്തായാലും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എൻ്റെ കാര്യം ഓർത്ത് നിങ്ങളാരും പേടിക്കണ്ട. കാരണം എനിക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ പേടിയുമില്ല. തൽക്കാലം കുറച്ച് ദിവസം കൂടി ഇവിടെ തന്നെ കഴിയണം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം. ഇതിങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ വിക്രം പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തിട്ട് എന്ത് കാര്യമാണ് വിക്രം ഉള്ളത്? കാരണം നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് നിൽക്കുന്നത് അപകടത്തിലേക്കായിരിക്കും. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ ശക്തമായിട്ടുള്ള ഒരു എതിരാളിയുണ്ട്, അത് നമുക്കറിയാമല്ലോ. അത്ര പെട്ടെന്നൊന്നും അവരെ നമുക്ക് പിടികൂടാനാവില്ല. അവരെ നിയമത്തിന് മുമ്പിൽ നമുക്ക് എത്തിക്കാൻ സാധിച്ചെന്ന് പോലും വരില്ല. അതുകൊണ്ട് നമ്മൾ സാവകാശത്തിൽ വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അപ്പോൾ നീത്തി പറയുന്നുണ്ട്, ചേച്ചി വേണമെങ്കിൽ ഞാൻ വരുണിൻ്റെ അച്ഛനെ ഒന്നും കൂടെ പോയി ഒന്ന് കണ്ടു നോക്കാമെന്ന്. വേദ പറയുന്നുണ്ട്, വേണ്ട മോളെ, അന്ന് മോള് വാസുവിനെ പോയി കണ്ടതും പുള്ളിക്കൻ എവിടെയാന്നുള്ളത് കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതാരോ ചോർത്തി കൊലയാളികളെ അറിയിച്ചിട്ടുണ്ട്. അവരതുകൊണ്ടാണ് ആ കൊലയാളികൾ ആദ്യം പുള്ളിക്കനെ തന്നെ അങ്ങ് തീർത്ത് കളഞ്ഞത്. പുള്ളിക്കനെ തീർത്തതുകൊണ്ട് ഇപ്പം ആ കൊലയാളികൾ രക്ഷപ്പെട്ട് നിൽക്കുകയല്ലേ. അതുകൊണ്ട് മോൾ ഇനി അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് തന്നെ വേദ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഒരു പക്ഷേ പുള്ളിക്കൻ്റെ മരണത്തോടു കൂടി വാസുവിന് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലായിട്ടുണ്ടാവും. ഞാനല്ലേ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നുള്ളത് ഇപ്പം വാസുവിന് മനസ്സിലായിട്ടുണ്ടാവും. വേദ പറയുന്നുണ്ട്, അതെ, വാസുവിന് ഇപ്പം അങ്ങനെ തന്നെയായിരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. വിക്രം നിരപരാധിയാണെന്നുള്ളത് അയാൾക്ക് പുളിക്കൻ്റെ മരണത്തോടു കൂടി തന്നെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വിക്രം, ഇതിനിടയിൽ നിന്ന് കളിക്കുന്നവർ അതിബുദ്ധിമാന്മാരാണ്. ശ്രീകാര്യം ശ്രീനിവാസനെയും അതുപോലെ വാസുവിനെയും തമ്മിൽ അടുപ്പിച്ച് ഇതിനിടയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. യഥാർത്ഥത്തിൽ ഇവിടെ അവർ ലക്ഷ്യം വെച്ചത് വരുണിനെയും വിക്രമിനെയും ആയിരുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മോളെ, അധികം നാളൊന്നും ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പോകുന്നില്ല. മോള് സമാധാനമായിട്ട് പോയി കിടക്ക് എന്നും പറഞ്ഞ് ദീപ്തിയെ ആശ്വസിപ്പിക്കുകയാണ് വേദ. ആ സമയത്ത് വിക്രമം പറയുന്നുണ്ട്, അതേ മോളെ, മോള് വിഷമിക്കേണ്ട. വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും അയാളെ ഞാൻ മോളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും എന്ന് പറയുകയാണ് വിക്രമം. വിക്രം രണ്ടും കൽപ്പിച്ചതിനെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് കേട്ടോ. താനിനി ഇല്ലാതായാലും ശരി, വരുണിനെ ഇല്ലാതാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം. വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ ദീപ്തിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും എന്നൊക്കെ തന്നെ നമ്മുടെ വിക്രം മനസ്സിലിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ശ്രീകാര്യം ശ്രീനിവാസും ജോസഫിനെയും അതുപോലെ രാജുവേട്ടനെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ. ഇവരെ അനിയൻകുട്ടനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. പുള്ളിക്കൻ്റെ ബോഡി അവിടുന്ന് കൊണ്ടുപോയതിനു ശേഷം അവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അതായത് അനിയൻകുട്ടൻ നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ടല്ലോ. ആ കൊലയാളികളെ കണ്ട് അനിയൻകുട്ടൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടല്ലോ. അപ്പം മാനസികമായിട്ട് താളം തെറ്റിയ നിലയിലാണ് അനിയൻകുട്ടൻ. ഈ സമയം ജോസഫിനെയും രാജുവേട്ടനെയൊക്കെ വിളിച്ചിട്ട് ശ്രീനിവാസൻ കാര്യം പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ പുള്ളിക്കന് അവിടെയുണ്ടെന്നുള്ള വിവരം നിങ്ങളെ കൂടാതെ മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ? അങ്ങനെ അനിയൻകുട്ടനെ ഹോസ്പിറ്റലിലാക്കിയതിനു ശേഷം വിക്രമിനെയും വേദയും വിളിച്ചിട്ട് ഇവർ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ശ്രീനിവാസനും കൂടെ കൂടെ വിളിച്ച് അനിയൻകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കൊലപാതകം നേരിൽ കണ്ടുകൊണ്ട് അനിയൻകുട്ടൻ്റെ സമനില തന്നെ തെറ്റിയിരിക്കുകയാണ്. ആകെ വല്ലാതെ അവൻ ഷോക്കായിട്ടുണ്ട്. റിക്കവർ ആക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും അനിയൻകുട്ടനെ ഇവിടെ തന്നെ ആക്കിയേ എങ്ങും പോകാൻ പറ്റില്ല. വാസവനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആകെയുള്ളൊരു പിടിവള്ളി അനിയൻകുട്ടൻ മാത്രമാണ്. കൊലയാളികളെ നേരിൽ കണ്ടത് അനിയൻകുട്ടനാണല്ലോ. അതുകൊണ്ട് അനിയൻകുട്ടനെ മാത്രമേ അറിയാവുള്ളൂ അവിടെ എന്താ നടന്നെന്നുള്ളത്. അപ്പോൾ ശ്രീനി പറയുന്നുണ്ട്, നിങ്ങൾ പുളിക്കനെ കണ്ട കാര്യങ്ങളൊക്കെ ആ കൊലയാളികൾ എങ്ങനെ അറിഞ്ഞു? രഹസ്യങ്ങൾ ചോരുന്നുണ്ടോ എന്നൊക്കെയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്നെ ശ്രീനി പറയുമ്പോഴേക്കും ജോസഫ് പറയുന്നുണ്ട്, അതിന് ഞങ്ങളുടെ കൂടെ ജോണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോണി ആ വാസവൻ്റെ ആളല്ലേ, വേറെ ആരും ഇത് അറിഞ്ഞിട്ടില്ല. പിന്നെ ആര് നമ്മളെ ചതിക്കാനെന്നൊക്കെ ജോസഫ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ആരാണെങ്കിലും നമ്മൾ സംശയിക്കണം ജോസഫേ. പുളിക്കൻ്റെ കാര്യമൊന്നും നോക്കി എത്രയോ നാൾ അവൻ എൻ്റെ കൂടെ നിന്നതാ. എന്നിട്ടും അവൻ എന്നെ ചതിച്ചില്ലേ, വിക്രത്തിനെ ചതിച്ചില്ലേ? അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതനുസരിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതുകൊണ്ട് വാസവൻ്റെ ആളാണെങ്കിലും അവനെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതെന്നൊക്കെ തന്നെ ജോസഫിൻ്റെ അടുത്ത് ശ്രീനിവാസൻ പറഞ്ഞു കൊടുക്കുകയാണ്. ജോസഫ് പറയുന്നുണ്ട്, അത് പിന്നെ സാറേ, വാസവൻ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അയാൾ തന്നെ കൂടെ അയച്ചത്. അങ്ങനെയുള്ളപ്പം അയാൾ വാസവനെ ഒറ്റക്കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ജോസഫ് പറയാട്ടോ. ശ്രീനിവാസൻ പറയുന്നുണ്ട്, എന്തായാലും താൻ അയാളെ ഒന്ന് ശ്രദ്ധിച്ചോ.
കാരണം ഇപ്പോൾ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഫേസ് ചെയ്തില്ലേ. പുളിക്കൻ ഇങ്ങനെ നമ്മളെ ചതിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതാണോ? എന്നിട്ടും അവൻ നമ്മളെ ചതിച്ചില്ലേ. അതുപോലെയുള്ളൂ എല്ലാവരുടെയും കാര്യം. ജോണിയാണോ പുളിക്കൻ അവിടെയുള്ള വിവരം ഒറ്റിക്കൊടുത്തതെന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും കൊലയാളികൾ അപരിചിതരല്ല, നമുക്കിടയിലുള്ള ആരോ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നൊക്കെ ശ്രീനിവാസൻ പറയാട്ടോ. ആ സമയത്ത് ജോസഫ് ഇങ്ങനെ ആലോചിക്കുകയാണ് അന്നവിടെ നടന്ന സംഭവങ്ങളൊക്കെ. നമുക്കിന്ന് ഇവിടെ കൂടാം, രാവിലെ വാസവൻ സാർ ഇങ്ങോട്ടേക്ക് വന്നോടുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോലും ജോണി അതിന് സമ്മതിക്കാതെ ജോസഫിനെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നല്ലോ. പിന്നെ അനിയൻകുട്ടൻ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് നിന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് ജോസഫിന് ആ സമയത്ത് തോന്നുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ശ്രീനിവാസനോട് പറയുമ്പോഴേക്കും ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഇനി ഒരു കാരണവശാലും അനിയൻകുട്ടനെ തന്നെ ആക്കിയിട്ട് നിങ്ങൾ എങ്ങും പോകരുത്. അവൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ തന്നെ ഉണ്ടാവണം. നമുക്ക് മുമ്പിലുള്ള ഏക പിടിവള്ളിയാണ് അനിയൻകുട്ടൻ. വിക്രം നിരപരാധിയാണെന്നുള്ളത് തെളിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവന്റെ ജീവൻ ഒരു ആപത്തും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ തന്നെ ശ്രീനിവാസൻ പറയുന്നുണ്ട്. ജോസഫ് പറയുന്നുണ്ട്, സാറേ അക്കാര്യം ഞങ്ങൾ ഏറ്റു. എന്തായാലും അനിയൻകുട്ടനെ തന്നെ ആക്കിച്ച് ഞങ്ങൾ എങ്ങോട്ടേക്കും പോവില്ല. എപ്പോഴും ഞങ്ങൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇനി അവനൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ജോണിക്കാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും ഇതുവരെ ശ്രീകാന്തനെ വിളിച്ച് അറിയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടുന്ന് പുളിക്കൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പോലും വാസവൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം എപ്പോഴും വാസവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് അവരെ വിളിച്ചിട്ട് അനിയൻകുട്ടൻ ദൃക്സാക്ഷിയാണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാൻ പറ്റിയിട്ടില്ല. അവരാണെങ്കിലും ഇപ്പം നല്ല ഹാപ്പിയിലാണ് കേട്ടോ. കാരണം വരുണിനെയും കൊന്നു, പുളിക്കനെയും കൊന്നു. അതുകൊണ്ട് ഇനിയും സത്യങ്ങളൊന്നും പുറത്തു വരില്ല എന്നൊക്കെ ഓർത്ത് അവർ ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ്. ഇടയ്ക്കൊരു അവസരം കിട്ടുമ്പോഴേക്കും ജോണി ഉടനെ തന്നെ ശ്രീകാന്തനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ സൂക്ഷിക്കണം, നിങ്ങൾ പുളിക്കനെ കുത്തിക്കൊല്ലുന്നത് ആ അനിയൻകുട്ടൻ നേരിൽ കണ്ടു. കൊലപാതകം നേരിൽ കണ്ടതിന്റെ ഷോക്കിലാ. അവനൊന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. ഒരുമാതിരി സമനില തെറ്റിയ പോലെ അവന്റെ സംസാരമൊക്കെ. ഇനിയിപ്പം റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായി നിങ്ങളുടെ പേര് പറയും. പക്ഷേ അവൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ കൊല്ലും എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വാസുവിന് ഇപ്പം വിക്രമിന് അങ്ങനെ വലിയ സംശയമൊന്നുമില്ല. ഇതിന്റെ പിന്നിൽ വേറെ ആരോ ആണെന്നുള്ളത് ഇപ്പം വാസുവിന് മനസ്സിലായി കഴിഞ്ഞു. ശ്രീനിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാറ് സൂക്ഷിക്കണം എന്നൊക്കെ തന്നെ പറയുക കേട്ടോ ജോണി ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രശേഖരും അതുപോലെ ശ്രീകാന്തും കൂടി സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അനിയൻകുട്ടനെ കൂടി കൊല്ലേണ്ടി വരുമോ എന്ന്. ഉടനെ തന്നെ ഒരു കൊല കൂടി നടത്തേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ശ്രീകാന്ത് പറയുക കേട്ടോ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതെ, അവൻ്റെ വായന സത്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അവനെ കൂടി അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ സേഫാണ്. പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. ഇനി ഒരിക്കലും അവൻ ശബ്ദിക്കാൻ പാടില്ല. അവൻ്റെ വായന സത്യങ്ങൾ ആരും അറിയാനും പാടില്ല. അങ്ങനെ അനിയൻകുട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനായിട്ട് തന്നെ ചന്ദ്രശേഖരും അതുപോലെ ശ്രീകാന്തും കൂടെ ആളെ റെഡിയാക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് റെഡിയാക്കിയിട്ടുള്ള ഗുണ്ടകൾ അനിയൻകുട്ടനെ കൊല്ലാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ജോസഫ് ആ സമയത്ത് എന്തോ മെഡിസിൻ മേടിക്കാൻ പോയ സമയം നോക്കി തന്നെ ആ ഗുണ്ടകൾ അനിയൻകുട്ടൻ കിടക്കുന്ന റൂമിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ജോസഫ് മെഡിസിൻ വാങ്ങി തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ച അനിയൻകുട്ടനെ അവർ കൊല്ലാൻ നോക്കുന്നതാണ്. ജോസഫ് ഉടനെ തന്നെ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയുണ്ട് അവരെല്ലാവരും ഇറങ്ങി ഓടുകയും ചെയ്യുന്നുണ്ട്. ജോസഫ് ആ സമയത്ത് തിരികെ വന്നുകൊണ്ട് തന്നെ അനിയൻകുട്ടൻ്റെ ജീവൻ ആപത്തൊന്നും ഉണ്ടായില്ല. അവരിറങ്ങി ഓടിയ പിന്നാലെ തന്നെ ജോസഫ് പിന്നാലെ പോകുന്നുണ്ട്. ജോസഫിന് കാര്യം മനസ്സിലായി. കൊലപാതകം നേരിൽ കണ്ട ഒരാൾ അനിയൻകുട്ടനാണല്ലോ. അനിയൻകുട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല ചെയ്ത് ആരാന്നുള്ളതൊക്കെ വെളിപ്പെടും. അതുകൊണ്ട് അനിയൻകുട്ടനെ കൂടി കൊല്ലാനായിട്ടാണ് ഇപ്പോൾ ഈ ഗുണ്ടകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ഗുണ്ടകളുടെ പിന്നാലെ ഓടിയെങ്കിലും അവരുടെ മുഖംമൂടിയൊക്കെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് അവരാരാന്നൊന്നും തന്നെ മനസ്സിലാക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. പിന്നീട് ജോസഫ് വിക്രമനെയും അതുപോലെ ശ്രീനിസാറിനെയും അതുപോലെ വാസുവിനെയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനിയൻകുട്ടനെ കൊല്ലാനായിട്ട് ആരോ ശ്രമിച്ചുവെന്നും തക്ക സമയത്ത് ഞാൻ തിരിച്ചെത്തിയതുകൊണ്ട് അനിയൻകുട്ടൻ്റെ ജീവന ആപത്തൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറയുകയാണ്. ജോസഫിൻ്റെ അടുത്ത് വിക്രമും ശ്രീനിവാസനും വാസുവിനും എല്ലാം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അനിയൻകുട്ടൻ്റെ ജീവന് ഒരു ആപത്തും സംഭവിക്കാൻ പാടില്ല. എപ്പോഴും അനിയൻകുട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അവനാണ് നമുക്ക് മുമ്പിലുള്ള ഏക പിടിവള്ളി. എൻ്റെ മോനെ കൊന്നത് ആരാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ. അതുപോലെ അവരെയും എനിക്ക് കൊല്ലണം. ശ്രീനിവാസൻ പറയുന്നുണ്ട്, വിക്രം നിരപരാധിയാണെന്ന് തെളിയിച്ചേ മതിയാകുള്ളൂ. അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണെന്നും പറയുകയാണ്. അതുപോലെ തെളിവ് നശിപ്പിക്കാനായിട്ടാണ് അവർ പുളിക്കനെ കൊന്നെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ശ്രീനിവാസനും പറയുക കേട്ടോ. അങ്ങനെ അനിയൻകുട്ടൻ്റെ ജീവന് ഭീഷണിയുള്ള കാര്യം അവരെല്ലാവരും മനസ്സിലാക്കുകയാണ്. അനിയൻകുട്ടൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വിക്രം വീണ്ടും ജോസഫിനെ വിളിക്കുക കേട്ടോ. ആ സമയത്ത് ജോസഫ് പറയുന്നുണ്ട്, വിക്രം, ഇതിന് പിന്നിൽ ആരോ ശക്തമായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള ആരോ ഒരാൾ തന്നെ നമ്മളെ ഒറ്റ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ ജോസഫ് പറയുക കേട്ടോ. അങ്ങനെ ഒരു ഒറ്റുകാരനുണ്ടെങ്കിൽ അയാളെ വേണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ. ആ ഒറ്റുകാരനെ വേണം ആദ്യം ഇല്ലാതാക്കാൻ എന്നൊക്കെ തന്നെ വിക്രമം പറയുന്നുണ്ട്. ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഓരോ നീക്കങ്ങളും അവർ മുൻകൂട്ടി അറിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് തന്നെ. എല്ലാ പഴുതുകളും അടച്ച് അവസാനം ഇത് എൻ്റെ തലയിൽ തന്നെ കൊണ്ടുവയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നതും. എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അനിയൻകുട്ടൻ്റെ ജീവനൊരു ആപത്ത് സംഭവിക്കാതെ നോക്കണം എന്നൊക്കെ തന്നെ വിക്രം പറയുക കേട്ടോ. ഫോൺ വെച്ചതിന് ശേഷം വിക്രം വേദയോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് നല്ല സംശയമാണ് കേട്ടോ ശ്രീകാന്തിനെ. വിക്രം അന്ന് ഒളിവിൽ പോയ സമയത്ത് പുളിക്കനാണല്ലോ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്.
അതുകൊണ്ട് ശ്രീകാന്താണോ ഇതിന് പിന്നിലെന്ന് വേദയ്ക്ക് നല്ല സംശയമുണ്ട്. വരുണിന്റെ കൊലപാതകത്തിന് പിന്നിലും അതുപോലെ ഇപ്പൊ പുളിക്കിനെ കൊന്നതിന് പിന്നിലും ശ്രീകാന്ത് തന്നെയാണോന്ന് വേദയ്ക്ക് നല്ല സംശയമാകുന്നുണ്ട് കേട്ടോ. വേദ അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം വന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, ഭയങ്കര ആലോചനയിലാണല്ലോ, എന്താണാവോ ഇത്രമാത്രം ആലോചിക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വേദ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. എന്തായാലും അന്ന് രാത്രി ശ്രീകാന്ത് വീട്ടിലേക്ക് വരുമ്പോഴേക്കും വർഷ വേദയുടെ പെരുമാറ്റത്തിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ശ്രീകാന്തിനോട് പറയുകയാണ്. അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിൽ അത് നീ നേരത്തെ എന്നോട് പറയേണ്ടതല്ലായിരുന്നോ? നീ ഇനി അവളെ നന്നായിട്ട് വാച്ച് ചെയ്യണം. എന്തെങ്കിലും അസ്വാഭാവികത നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നീ എന്നെ വിളിച്ച് അറിയിക്കണം എന്നൊക്കെ പറയുകയാണ് വർഷയുടെ അടുത്ത്. വർഷ പറയുന്നുണ്ട്, എന്താ ശ്രീയേട്ട അങ്ങനെ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, വിക്രമാണ് വരുണിനെ കൊന്നതെന്ന് പുളിക്കനാണല്ലോ പറഞ്ഞത്. ഇപ്പൊ പുളിക്കന മരണത്തിന് കീഴടങ്ങിയ സ്ഥിതിക്ക് വിക്രമിന് ഇനി രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് വിക്രമിനെ രക്ഷിക്കാനായിട്ട് ഇനി ഇവൾ എന്തെങ്കിലും സാഹസ്യം കാണിക്കുമോ എന്നുള്ളത് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞെന്ന് വർഷയോട് ശ്രീകാന്ത് പറയുകയാണ്. ഞാനെന്തായാലും നോക്കാം ശ്രീയേട്ടാ. എന്തായാലും വേദയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നേരത്തെ പോലൊന്നും അല്ല. ഫുൾ ടൈം അവൾ റൂമിൽ തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങുന്നൊക്കെ അപൂർവമായിട്ടേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാറുള്ളൂ. അല്ലാതെ ഏതു നേരം അവൾ റൂമിൽ തന്നെയാണെന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ചിലപ്പോൾ വിക്രമിനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ മൂഡ് സെൻസ് ഒക്കെ ആയിരിക്കാം. എന്താണേലും കൊള്ളാം. വേദയുടെ റൂമിൽ ചില സമയത്ത് അപശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്നിങ്ങനെ പറയാം കേട്ടോ. അപശബ്ദങ്ങളോ? എന്ത് അപശബ്ദം എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ഞാൻ മോളിൽ തുണിയെടുക്കാൻ പോയ സമയത്ത് അവൾ ആണുങ്ങളുടെ സ്വരത്തിൽ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ആരെങ്കിലും അതിനകത്തുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ കയറി നോക്കി, പക്ഷെ ആരും ഇല്ലായിരുന്നു. അന്ന് വേദയ്ക്ക് സപ്പോർട്ടായിട്ട് ദീപ്തിയും ഉണ്ടായിരുന്നു. ദീപ്തി പറഞ്ഞു വേദയ്ക്ക് മോണാക്ട് ചെയ്യാനൊക്കെ അറിയാവുന്നു. ഞാൻ എന്തായാലും അത് വലിയ കാര്യമാക്കിയില്ല, ഞാനിങ്ങനെ ഇറങ്ങി പോന്നു. എന്തായാലും മൊത്തത്തിൽ വേദയുടെ സ്വഭാവത്തിലൊക്കെ കാര്യമായ മാറ്റം ഉണ്ടെന്നൊക്കെ തന്നെ വർഷ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചെറിയ രീതിക്ക് ഒരു സംശയമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ വേദയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? എത്ര നാൾ അവളിങ്ങനെ തന്നെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകും? അവളുടെ കാര്യത്തിൽ നമ്മളും കൂടി ഒരു തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രീകാന്തേ, ഞങ്ങൾ അവളോട് ഇതേപ്പറ്റി സംസാരിച്ചതാണ്. അവൾക്ക് അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. ഇടയ്ക്ക് ഒരു ദിവസം വേദയും ദർശനും കൂടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഇവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവായി ഇവർ കല്യാണത്തിന് ഓക്കെ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അവളോട് പോയി സംസാരിച്ചത്. എന്നാൽ അവൾക്ക് വേറൊരു വിവാഹത്തെപ്പറ്റി ഒരു ചിന്തയും ഇല്ല. അവൾക്കിപ്പം അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അവൾ സംസാരിച്ചെന്നൊക്കെ പറയുകയാണ്. എന്നും പറഞ്ഞ് അവളുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ അച്ഛാ? അവൾ അങ്ങനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ദർശനാണെങ്കിൽ ഇപ്പോഴും വേദ വിവാഹം കഴിക്കാൻ ഓക്കെയാണ്. ഇനി നമുക്ക് മുമ്പിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. വിക്രം എവിടെയാണെന്ന് പോലും ഒരു അറിവുമില്ല. അവൻ ഒളിവിൽ പോയിട്ട് പോലീസുകാർ പോലും അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവനെ ഉപേക്ഷിച്ചല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇനി അവൾ അങ്ങോട്ടേക്കൊന്നും പോവുകയല്ല അച്ഛാ. അതുകൊണ്ട് വേദയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോഴേക്കും ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, അല്ല വേദയുടെ കാര്യത്തിൽ നീ എന്താ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നേ? മുമ്പെങ്ങും വേദയുടെ കാര്യത്തിൽ ഇത്രയും ഇൻവോൾവ് അല്ലായിരുന്നല്ലോ നീ. ഇപ്പം പെട്ടെന്ന് എന്താ വേദയോട് ഇത്രയും കെയർ ഒക്കെ കാണിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ വേദയുടെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ പറഞ്ഞ അവൾ കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് തന്നെ അവളോട് കല്യാണക്കാര്യത്തെ പറ്റി ചോദിക്കാൻ പോയത് തെറ്റായി പോയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അവൾ പ്രായപൂർത്തിയായ പെണ്ണാ. അവൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. അവൾക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവളെ ബലമായി പിടിച്ച് കല്യാണം കഴിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. നിയമപരമായി ഇപ്പോഴും അവൾ വിക്രമന്റെ ഭാര്യ തന്നെയാണ്. നമുക്കതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല ശ്രീകാന്ത് എന്ന് പറയുക കേട്ടോ. എന്തായാലും അവളുടെ ജീവിതത്തിൽ അവൾ എന്ത് തീരുമാനം എടുക്കുന്നു അതനുസരിച്ച് അവൾ ജീവിക്കട്ടെ. അല്ലാതെ നമുക്ക് ബലമായിട്ടൊന്നും അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. ബലമായിട്ട് ഒരു തീരുമാനവും അവളിൽ അടിച്ചേൽപ്പിക്കാനാവില്ല. അതുപോലെ തന്നെ ദർശനെ ഇപ്പം അവൾ ആ ഒരു രീതിക്കല്ല കാണുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദർശനെ കല്യാണം കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങും അവളുടെ മനസ്സിലില്ല. നല്ലൊരു സുഹൃത്ത് എന്നതിലുപരി ഒരു സ്ഥാനവും ദർശന അവളുടെ മനസ്സിലില്ല താനും. അന്ന് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, വിക്രമിൻ്റെ വീട്ടിലെയാണ് ജീവിതമെന്നും ഈ വീട്ടിൽ നടക്കുന്ന മുഴുവൻ നാടകങ്ങളുമാണെന്ന്. പക്ഷെ ആ പറഞ്ഞതിൻ്റെ പൊരുൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരിക്കലും ഞാനും അതിലൊരു പങ്കുകാരനായതുകൊണ്ട് എനിക്കതിൽ വ്യക്തമായ മറുപടി പറയാനും സാധിച്ചില്ല. അതുകൊണ്ട് അവളുടെ ജീവിതം എങ്ങനെയാകണമെന്ന് അവളല്ലേ തീരുമാനിക്കേണ്ടത്. അതിലിനി നമ്മളാരും കൂടുതൽ കൈകടത്താത്തതാണ് നല്ലതെന്നൊക്കെ പറയുകയാണ് ശങ്കരനാരായണൻ. അങ്ങനെ അതും കഴിഞ്ഞ് അച്ഛനോട് സംസാരിക്കുമ്പോഴേക്കും തന്നെ വേദ എന്തൊക്കെയോ കടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട്. പലപ്പോഴായി ഭക്ഷണം എടുക്കാനൊക്കെ താഴേക്ക് വരുന്ന സമയത്തും ശ്രീകാന്ത് വേദയോട് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴൊന്നും ഒന്നും വിട്ടുകൊടുക്കാത്ത രീതിയിൽ നല്ല ബോൾഡായിട്ടുള്ള മറുപടി തന്നെയാണ് ശ്രീകാന്തിന് കൊടുക്കുന്നതും. വേദയുടെ ഈ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഇവൾ മനസ്സിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ളതും അത് മാത്രമല്ല വിക്രം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് വേദയ്ക്ക് അറിയാനും ശ്രീകാന്ത് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം വേദയെ ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി നന്നായിട്ട് തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. വേദയും വിക്രമും കൂടെ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീകാന്ത് കേൾക്കാനിടയാവുന്നുണ്ട്. നാളെ മുതൽ എനിക്ക് കോടതിയിലേക്ക് പോകണം.
പുളിക്കൻ സത്യങ്ങളൊക്കെ ഏറ്റു പറയുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണല്ലോ നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ പുളിക്കനെയും കൊലപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണെന്നൊക്കെയുള്ളത് ദർശനോടും കൂടി ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഓഫീസിലേക്ക് പോയി തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീയും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ മുറിയിൽ ഒറ്റയ്ക്കായി പോകും. മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെ വലിയൊരു പാടാണ്. ഇതിലും ഭേദം ജയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, തൽക്കാലം ഇനി അധികം നാളൊന്നും ഇല്ലല്ലോ, കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്നൊക്കെ തന്നെ വേദ പറയുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്താലോ, തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ. വേദ ചോദിക്കുന്നുണ്ട്, വിക്രം എങ്ങോട്ടേക്ക് മാറും? എവിടെയാ വിക്രമിന് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ റൂമിൽ ഇരിക്കുന്നതല്ലാതെ വേറെ എവിടെയും പോയി ഒളിക്കാൻ പറ്റില്ല. വേറെ എവിടെ പോയാലും അത് കൂടുതൽ ആപത്താകുകയുള്ളൂ. ഒറ്റിനും പോലീസുകാരുണ്ട്. അത് മാത്രമല്ല, വരുണിനെയും പുളിക്കനെയും കൊന്ന പ്രതികൾക്ക് വിക്രത്തെ ഇല്ലാതാക്കാൻ അധികം താമസമൊന്നും വേണ്ട. അതുകൊണ്ട് വിക്രം എങ്ങോട്ടേക്കും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ വേദ പറയുകയാണ്. വിക്രം പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും അവർക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല, താൻ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ഇവിടുന്ന് പുറത്തു പോയാലും എനിക്കൊരാപത്തും സംഭവിക്കില്ല എന്നൊക്കെ തന്നെ വിക്രം പറയുന്നുണ്ടെങ്കിലും വേദ അതിനൊന്നും സമ്മതിക്കുന്നില്ല. എന്തായാലും ഞാൻ അതിനെ സമ്മതിക്കില്ല വിക്രം. വിക്രം ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തീരുമാനിച്ചത് ഞാനാണ്. അതുപോലെ ഇവിടുന്ന് പോകേണ്ടത് എപ്പോഴാണെന്നും ഞാൻ തീരുമാനിച്ചോളാം. വിക്രം എനിക്ക് തന്ന വാക്ക് മറന്നുപോയോ? വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കുന്നവരെ വിക്രം എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ടും ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ചാണല്ലോ വിക്രം ഇതൊന്നൊരു സംസാരിക്കുന്നത് എന്നിങ്ങനെ വേദ ചോദിക്കാട്ടോ. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഓ നിനക്ക് ഞാൻ അങ്ങനെ ഒരു വാക്ക് തന്നായിരുന്നു അല്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ വിക്രമിൻ്റെ വയറ്റിട്ടൊന്ന് ഈ സമയത്ത് വിക്രം വേദയെ ചേർത്ത് പിടിച്ച് കൊടുക്കാനായിട്ട് നോക്കിയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വേദയുടെ റൂമിൽ നിന്ന് ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് പതിയെ ചെവി കൊടുത്ത് ഡോറിൻ്റെ അവിടെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ. വേദയും വിക്രമും കൂടെ സംസാരിക്കുന്നതും തമാശ പറഞ്ഞ് ചിരിക്കുന്നതൊക്കെ ആ സമയത്ത് ശ്രീകാന്ത് കേൾക്കാനിടയാകുകയാണ്. വേദയുടെ മുറിയിൽ നിന്നും ഒരാണിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും തന്നെ ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട് വേദയുടെ മുറിയിൽ വേദയെ കൂടാതെ മറ്റാരോ കൂടി ഉണ്ടെന്ന്. ശ്രീകാന്ത് പതിയെ വാതിൽ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട്, തുറക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ അയാൾ നല്ല ശക്തിയിൽ ഡോറിൽ മുട്ടുകയാണ്. ഈ സമയത്ത് വേദയും വിക്രമും ആദ്യം ഒന്ന് പേടിച്ചു പോയെങ്കിലും വേദ പെട്ടെന്ന് തന്നെ വിക്രമനോട് എവിടെയെങ്കിലും പോയി മറിഞ്ഞിരിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഡോർ തുറന്ന് വേദ വെളിയിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. നീ അകത്ത് എന്തെടുക്കുകയായിരുന്നു? അകത്ത് നീ മാത്രമല്ല വേറെ ആരോ കൂടി ഉണ്ടല്ലോ, അകത്തുനിന്ന് ഒരാണിന്റെ ശബ്ദം ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വേദയുടെ നേർക്ക് അങ്ങ് ഫയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ മുറിയിൽ നിങ്ങൾ കയറണ്ട, എൻ്റെ മുറിയിൽ കയറാൻ നിങ്ങൾക്ക് ഞാൻ അനുവാദം തന്നിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് കയറുമ്പോൾ കുറച്ചൊക്കെ മര്യാദ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് വേദ തടയാൻ നോക്കുമ്പോഴേക്കും തന്നെ ശ്രീകാന്തിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് തന്നെ താഴേന്ന് എല്ലാവരും തന്നെ മുകളിലേക്ക് കയറി വരിക കേട്ടോ. ദീപ്തിക്കാണെങ്കിലും ആകെ പേടിയാകുന്നുണ്ട്. റൂമിനുള്ളിൽ വിക്രം ഉണ്ടെന്നുള്ളത് ദീപ്തിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ദീപ്തി ഇങ്ങനെ ഭയന്ന് പറച്ചിരിക്കുക കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ ഇവളുടെ റൂമിൽ ഞാൻ ഒരാണിന്റെ ശബ്ദം കേട്ടു, അകത്ത് ആരോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ, അകത്ത് കയറി നോക്കാൻ ഇവള് സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എൻ്റെ മുറിയിൽ ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചെടുത്തും, അതിന് തനിക്ക് എന്താടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവസാനം വേദയും ശ്രീകാന്തും തമ്മിൽ നല്ല തർക്കമാകുന്നുണ്ട് കേട്ടോ. ആ തർക്കത്തിനിടയിൽ വേദ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനെ സൂചിപ്പിക്കുന്നുമുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് വിക്രമിനെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ കാരണങ്ങളും, അതുപോലെ വിക്രമിന്റെ അച്ഛനെ നിങ്ങൾ കടത്തിക്കൊണ്ട് പോയതും, വരുണിന്റെ കൊലപാതകത്തിന് പിന്നിലും ഇപ്പൊ പുളിക്കന്റെ കൊലപാതകത്തിന് പിന്നിലും എല്ലാം നിങ്ങളുടെ കൈകളുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അയാളെ ഒന്ന് മിരട്ടാനായിട്ട് തന്നെ വേദ പറയാട്ടോ. വിക്രമിനെ ഉപേക്ഷിച്ച് വേദ ഈ വീട്ടിലേക്ക് വന്നതിന്റെ പിന്നിൽ നീ ഉണ്ടാകരുതെന്ന് പലതവണ ശങ്കരമേനോൻ വാണിംഗ് കൊടുത്തതാണ് ശ്രീകാന്തിന്. എന്നിട്ട് പോലും വേദയുടെ മടങ്ങിവരവിന് പിന്നിൽ ശ്രീകാന്തിന്റെ കൈകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾക്കും അത് ഒരുപാട് ദേഷ്യമാവുന്നുണ്ട്. അയാൾ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം സുധാകര മാഷിനെ കടത്തിക്കൊണ്ട് പോയതും കൊല്ലാൻ ശ്രമിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെയുള്ള കാര്യങ്ങളെ വേദ തുറന്നു പറയുകയാണ്. എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തുറന്നു പറഞ്ഞ് നാണം കെടുത്താൻ ശ്രമിച്ചപ്പോഴേക്കും അയാൾക്ക് ആകെ പിടിപിടിക്കുക കേട്ടോ. അവിടെ ഇരുന്നൊരു ഫ്ലവറൈസും എടുത്ത് ശ്രീകാന്ത് വേദയെ ആക്രമിക്കാനായിട്ട് വരുമ്പോഴേക്കും തന്നെ അകത്തുനിന്ന് മാസമായിട്ട് നമ്മുടെ വിക്രം അയാളുടെ നെഞ്ചിന് തന്നെ ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ പെണ്ണിനെ തൊട്ടാൽ നിന്റെ കായ് ഞാൻ തല്ലി ഒടിക്കൂടാ നാറി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇട്ട് ശ്രീകാന്തിനായിട്ട് നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട് വിക്രം. പെട്ടെന്ന് വേദയുടെ റൂമിൽ നിന്ന് വിക്രം പുറത്തേക്ക് വന്ന് കാണുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും അതുപോലെ ദീപ്തിക്കും വർഷയ്ക്കും ഒക്കെ ആകെ അങ്ങ് ഷോക്കാവുകയാണ്. അവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുക കേട്ടോ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ട്. വേദയാണെങ്കിലും ആകെ പിടിവെട്ടൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അവസാനത്തെ ഒരു കച്ചത്തുരുമ്പായിരുന്നു പുളിക്കൻ. ആ പുളിക്കനെയും ഇയാളാണ് കൊന്നത് എന്നുള്ളൊരു സംശയത്തിന് പുറത്താണ് വേദ ഒന്ന് എറിഞ്ഞു നോക്കിയത്. പക്ഷെ അതൊക്കെ സത്യമാണെന്ന് വേദയ്ക്ക് പിന്നീട് ബോധ്യമാവുകയും ചെയ്യാം കേട്ടോ. പത്മ ഉടനെ ചോദിക്കുന്നുണ്ട്, എന്താ ഈ കാണിക്കുന്നത്, എന്തിനാ ശ്രീകാന്തിനെ ഇങ്ങനെ തല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. വേദ വിക്രം ഈ റൂമിനകത്ത് ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ പത്മ. അപ്പോഴേക്കും വേദ ഒന്നും മിണ്ടുന്നില്ല, തല ഒലിച്ച് നിൽക്കുകയാണ്.
ആ സമയത്ത് പോലും ശ്രീകാന്തിനെ അവരുടെ കൺമുന്നിലിട്ട് തല്ലിച്ചതയ്ക്കാണ് വിക്രം. അവസാനം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഒന്ന് മതിയാക്കുന്നുണ്ടോ, നിർത്ത്, വീട്ടിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രത്തിന് നേരെ കിടന്ന് പൊട്ടിത്തെറിക്കാട്ടോ. ആ സമയത്ത് വിക്രം ഒന്ന് അടങ്ങുന്നുണ്ട്. വേദയെ നോക്കിയിട്ട് തന്നെ വിക്രം പുറകോട്ട് മാറി നിൽക്കുമ്പോഴേക്കും തന്നെ ശ്രീകാന്തിനെ വർഷം ഓടി വന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, വിക്രം നീ എന്താ ഇവിടെ, എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അന്നേരം വേദ പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഇത്രയും ദിവസം വിക്രം എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പറയുന്ന നിമിഷം അത് വിശ്വസിക്കാൻ പോലും ആവാതെ എല്ലാവരും ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ കേട്ടല്ലോ, ഇപ്പം അച്ഛൻ്റെ മോള് പറഞ്ഞ് കേട്ടില്ലേ, ഇത്രയും ദിവസം ഇവനെ ഇതിനകത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു ഇവള്. പോലീസ് അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രതിയാണ് ഇവള് റൂമിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അച്ഛാ പോലീസിനെ വിളിക്കച്ചാ, കൈയോടെ പോലീസിനെ വിളിക്കുക, ഇവനെ പോലീസുകാർ ഇപ്പൊ തന്നെ വന്ന് അറസ്റ്റ് ചെയ്യുന്നോണ്ട് പോട്ടെ, പിടികിട്ടാ പുള്ളിയായിട്ട് നടക്കുകയല്ലായിരുന്നോ, ഇനിയും വൈകിയ ഇവൻ എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടും, അതിനു മുമ്പ് പോലീസിനെ വിളിക്കുന്നൊക്കെ തന്നെ പറയുകയാണ്. വേദ പറയുന്നുണ്ട്, എങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കച്ചാ, അവരും കൂടെ വരുന്നത് നല്ലതാ, അവർ വന്നതിന് ശേഷം എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതുകൊണ്ട് അവർ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നത്, എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടി വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതേ അച്ഛാ, ഇത്രയും നാളും ഞാനിതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു, ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല. വിക്രമനെയും ആ വീട് ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് കാരണം അച്ഛൻ പലതവണ എന്നോട് ചോദിച്ചില്ലേ, അതിന് കാരണം ഇയാളാണ്, ഇയാൾ ഒറ്റ ഒരാൾ കാരണമാണ് ഞാൻ ആ വീടും വിക്രമനും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനും വിക്രമും തമ്മിൽ ആദ്യം കുറച്ച് തുറച്ചേർച്ചയൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ, എന്നാൽ ഇപ്പം ഞാനും വിക്രമും തമ്മിൽ അങ്ങനെയല്ല, ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ആ സമയത്ത് പോലും ഞങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കാത്തത് ഈ ശ്രീയേട്ടനാ. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ആരയ്യാൾക്ക് അധികാരം കൊടുത്തത്? എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം, ഞാൻ ആരോടൊപ്പം ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. കൊല്ലും കൊലയും കൊണ്ട് നടക്കുന്ന ഇയാളെ പോലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ ദേഷ്യപ്പെടുകയാട്ടോ. ഞാൻ അവിടുന്ന് പാടി ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചാ വന്നത്, ഇയാളുടെ എല്ലാ കള്ളക്കളിയും പുറത്തു കൊണ്ടുവന്ന് ഇയാളെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാറ്റിക്കുമെന്ന്. അതിനുള്ള ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വിക്രമിനെയും വീടിനെയും ഉപേക്ഷിച്ചൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ആ ദർശനമായിട്ട് നിങ്ങൾ വീണ്ടും എനിക്കൊരു വിവാഹം നടത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ പോലും ആ വിവാഹത്തിന് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ വിക്രം മാത്രമേ ഉള്ളൂ, വിക്രം ഒത്തൊരു ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ തന്നെ വേദ പറയുന്നുണ്ട്. ഇയാളൊരു ക്രൂരനാണ് വെച്ചാ, ഇയാളെ വിശ്വസിക്കരുത്, ഇയാളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും കൊല്ലാൻ ഇയാൾ മടിക്കില്ല, അത്രയ്ക്ക് നീചമായ മനസ്സാണ് ഇയാളുടേത്. വിക്രമിന്റെ അച്ഛൻ്റെ ജീവന് വരെ വില പറഞ്ഞ ആളായത്. വിക്രമിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ബലമായിട്ട് ഡിവോഴ്സ് പേപ്പേഴ്സിൽ ഒപ്പിടിയിപ്പിച്ച ആളാണ് ഇയാൾ. അങ്ങനെ ശ്രീകാന്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും, അങ്ങനെ ശ്രീകാന്ത് തന്നെ ഭീഷണിപ്പെടുത്തിയതും വിക്രമിനോട് ചെയ്ത ക്രൂരതകളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നടിക്കുകയാണ് നമ്മുടെ വേദ. ആ സമയത്തും അയാൾ അതിനെല്ലാം നിഷേധിക്കാൻ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. ഇവള് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്, ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൾ എന്തൊക്കെയോ പറയുകയാണ്, ഇതൊന്നും സത്യമല്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ അതൊക്കെ പാടെ നിഷേധിക്കാൻ തന്നെയാണ് നോക്കുന്നത്. ഇയാളുടെ കൂടെ ഈ വൃത്തികെട്ട നാടകങ്ങളെല്ലാം കൂട്ടുനിൽക്കുന്ന ആരാന്നറിയാവോ? ഇയാളുടെ അമ്മായച്ചൻ ചന്ദ്രശേഖരനെങ്കില്. അയാളെ ശ്രീയേട്ടനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അത് എന്തിനാണെന്നൊന്നും ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇപ്പം എനിക്കതൊക്കെ നല്ല ബോധ്യമായി. ഇവർ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ളത് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി എന്നൊക്കെ തന്നെ ശങ്കരനാരായണനോട് വേദ തന്നെ പറയുന്നുണ്ട്. എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ വിക്രമന് അവകാശപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഇയാളും ഇയാളുടെ അമ്മായച്ചനും കൂടി കളിക്കുന്ന ഒരു വൃത്തികെട്ട നാടകം ആച്ചാ ഇത് എന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങ് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെയും വിക്രമിൻ്റെയും ജീവിതം ഇല്ലാതാക്കാനാണ് ഇയാൾ നോക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ഞാൻ തയ്യാറായിരുന്നു, പക്ഷേ ഇനി അങ്ങനെ ഒന്നും തനിക്ക് വിട്ടുതരാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെ പോയാണെങ്കിലും എനിക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് വേദ അയാളെ വെല്ലുവിളിക്കുകയാണ്. ആ ഒരു സമയത്തും വരുണിൻ്റെ കൊലപാതകത്തിന് പിന്നിലും ഇയാൾ തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് എന്നിട്ട് നാടകീയമായി വിക്രത്തിന് തലയിൽ കെട്ടിവെച്ചതാണെന്നൊക്കെ വേദ പറയുമ്പോഴേക്കും ശങ്കരനാരായണനും പത്മത്തിനും ദീപ്തിക്കും ഒക്കെ അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. എല്ലാം കേട്ട് മനസ്സിലാവുമ്പോഴേക്കും ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അച്ഛാ ഇവള് വെറുതെ പറയുന്ന അച്ഛാ, അച്ഛനറിയാവല്ലോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? വിക്രമിനെ രക്ഷിക്കാൻ, ഒരു കൊലപാതകയെ രക്ഷിക്കാനായിട്ട് ഇവൾ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി പറയുന്ന എന്നൊക്കെ പറഞ്ഞ് അയാൾ തടി തപ്പാൻ നോക്കുന്നുണ്ടെങ്കിലും ശങ്കരനാരായണന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ശങ്കരനാരായണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ ശ്രീകാന്തി? വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ നിനക്ക് പങ്കുണ്ടോ? അതുപോലെ വിക്രമിന്റെ അച്ഛനെ നീയാണോ തട്ടിക്കൊണ്ടുപോയത്? വേദ ആ വീടും ആ വീട്ടിലുള്ളവരെ വിക്രമിനെയൊക്കെ ഉപേക്ഷിച്ച് വന്നതിന് പിന്നിൽ നീയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ശ്രീകാന്തിന് ഉത്തരം മുട്ടിയാട്ടോ. അത് പിന്നെ അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ഉടനെ തന്നെ ശങ്കരനാരായണൻ ശ്രീകാന്തിന്റെ ചെകിടടിച്ച് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. പത്മത്തിനും ഇതൊന്നും തന്നെ അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്തൊക്കെ നാടകങ്ങളായി വീട്ടിൽ അരങ്ങേറുന്ന എന്നൊക്കെ ഓർത്ത് ഷോക്കായി നിൽക്കുകയാണ്. ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീതി ന്യായം നോക്കി വിധി നടപ്പിലാക്കുന്ന ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ വീട്ടിലാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതെങ്ങാനും പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ?
പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ, മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെ. എന്നിട്ട് ശ്രീകാന്തിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി എൻ്റെ കൺമുമ്പിൽ നിന്നെ കണ്ടുപോകരുത്, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോ. ദേഷ്യപ്പെട്ട് അയാൾ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ശ്രീകാന്തിനോട് പകരത്തിന് പകരം ചോദിക്കാൻ തന്നെയാണ് വാസവൻ തീരുമാനിച്ചിരിക്കുന്നത്. വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണോ ഉത്തരവാദി, അയാളെ വെറുതെ വിടില്ല, അയാളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും എന്നാണ് വാസവൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീകാന്തിനെ വാസവന് കൊട്ടുകൊടുക്കാതെ അയാൾ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും കോടതിയിൽ തെളിയിച്ച് അയാളെ ജയിലിലേക്ക് പറഞ്ഞുവിടാനായിട്ടാണ് വേദയും ശങ്കരനാരായണനും കൂടെ ശ്രമിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം വേദയും കൂട്ടി വിക്രം തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നതും അവരൊത്തൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്.